മലയാളമാണെൻ്റെ ഭാഷ, എന്തു സുഖമാണതു കേൾക്കാൻ. മലയാളം പഠിക്കാം 10-10 ഭാഗം നമ്പർ 27 ഏവർക്കും സ്വാഗതം. ഒന്ന്, ശരിയായ പദമേത്? അനുഗ്രഹം എന്ന ഒന്നാമത്തെ പദമാണ് ശരിയായി എഴുതിയിട്ടുള്ളത്. പ്രതിഭാസം, ജിജ്ഞാസ, അഞ്ജനം, അനുഗ്രഹം, അനുഗൃഹീതൻ, പ്രവൃത്തി, പ്രവർത്തിക്കുക, ഇങ്ങനെയാണ് ശരിയായ പദങ്ങൾ. 2, തെറ്റായതേത്? ഇതിലെ ശരി ഉത്തരം അസന്നിഗ്ധം എന്നതാണ്. അത് ശരിയാക്കാൻ ഇന്ന എന്നതിന് പകരം ഇന്ത, നന്ദി എന്നെഴുതുന്ന ഇന്ദയാണ് ഉപയോഗിക്കേണ്ടത്. 3, ശരിയായ പദം കണ്ടെത്തൂ. ഇവിടെ ശരിയായ പദം സംവൃതം ആണ്. ആവർത്തിക്കുക, നിവൃത്തി, പ്രവർത്തിക്കുക എന്നിവയാണ് ശരിയായ പദങ്ങൾ. നാമപദങ്ങൾക്ക് വൃ എന്ന രൂപവും ക്രിയാപദങ്ങൾക്ക് വർ എന്ന രൂപവും. ഇത് ശ്രദ്ധിക്കുമല്ലോ. 4, ഐകകണ്ഠേന, ഏകകണ്ഠ്യേന, ഏകകണ്ഠമായി, ഐകകണ്ഠ്യമായി. ഇതിൽ ശരിയായ പദമേത് എന്നതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഏകകണ്ഠമായി ആണ്. ഏകകണ്ഠം, ഐകകണ്ഠ്യേന എന്നിവ കൂടി ശരിയാണ്. 5, ശരിയായി എഴുതിയിരിക്കുന്ന പദം ഏത്? ഇവിടെ ശരിയായി എഴുതിയിരിക്കുന്ന പദം അടിമത്തം ആണ്. കൃത്രിമം, ഹാർദം, കവയിത്രി എന്നിവയാണ് ശരിയായ മറ്റ് പദങ്ങൾ. 6, തെറ്റായി എഴുതിയിരിക്കുന്ന പദം ഏത്? ഇവിടെ തെറ്റായി എഴുതിയിരിക്കുന്നത് പരുക്ക് എന്ന പദമാണ്. ശരിയാക്കിയാൽ പരിക്ക്. 7, തെറ്റിപ്പോയ പദം ഏത്? ഇവിടെ തെറ്റിപ്പോയത് സ്വതവേ ആണ്. സ്വതേ എന്ന് മതി. 8, ശരിയായി എഴുതിയതേത്? ഇവിടെ ശരിയായ പദം വിദ്യുച്ഛക്തി ആണ്. സത്യഗ്രഹം, രക്ഷാകർത്താവ്, ശൃംഖല എന്നിവ ശ്രദ്ധിക്കുക. 9, ശരിയായതേത്? ഉത്തരം പ്രമാദം ആണ്. പ്രത്യാഘാതം, സ്രഷ്ടാവ്, പ്രബുദ്ധൻ എന്നിവ ശ്രദ്ധിക്കുക. 10, ശരിയേത്? ഒന്നാമത്തെ പദം ആരൂഢം ആണ് ശരി. ആധ്യാത്മികം, ഐഹികം, മുതലാളിത്തം തുടങ്ങിയ ശരിയായ പദങ്ങൾ പരിശീലിക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വിദ്യാഭ്യാസ വീഡിയോകൾക്ക് @ജനുമാഷ് JENUMASH എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം. പരീക്ഷകൾക്ക് സഹായകമായ കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ഗൂഗിൾ ഫോമിന് മലയാളം മാസ്റ്റർ ബ്ലോഗിലുള്ള KTech PSC എന്ന ലിങ്ക് സന്ദർശിക്കുക. നന്ദി.